നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കലാദേവതയുടെ അനുഗ്രഹം സിദ്ധിച്ച കലാകാരിയാണ് ആഗ്നേയ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമിടുക്കി. ചെറുപ്രായത്തിൽ തന്നെ നൃത്തത്തോടുള്ള അഭിനിവേശം ആ കുരുന്നിൽ 8 വയസ്സിൽ തന്നെ പൊട്ടിമുളച്ചു. കഥകളി, ഭരതനാട്യം കലകളിൽ തികച്ചും ആകൃഷ്ടയായതിനെ തുടർന്ന് തനിക്ക് നല്ലൊരു നർത്തകിയാകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചതോടെ ആഗ്നേയ അതിലേക്കുള്ള ശ്രമങ്ങൾ പഠനത്തോടൊപ്പം തുടങ്ങി. മാതാപിതാക്കളുടെ അനുവാദവും അനുഗ്രഹവും ഉണ്ടായതോടെ ആഗ്നേയ തന്റെ സ്വതസിദ്ധ കഴിവുകൾ നൃത്താഭ്യാസത്തിലൂടെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ഈ കൊച്ചു കലാകാരി നല്ലൊരു കഥകളി, ഭരതനാട്യം നർത്തകിയായി മാറിത്തീർന്നിരിക്കുന്നു. 12 വയസ്സുകാരിയായ ആഗ്നേയ രാമനാഥ് അയ്യർ കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നീ കലകളിൽ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ താല്പര്യം കാട്ടി തുടങ്ങി. ഈ കലകളെല്ലാം ഓൺലൈൻ വഴിയാണ് അഭ്യസിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്നേയ മാതാപിതാക്കൾക്കൊപ്പം സിംഗപ്പൂരിലാണ് താമസം. തന്റെ 8ാം വയസ്സിൽ ഓൺലൈൻ പഠനത്തിലൂടെ കലാമണ്ഡലം ശ്രീ മയനാട് രാജീവൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ കഥകളി പഠനം ആരംഭിക്കുകയും 6 മാസങ്ങൾക്കിപ്പുറം അരങ്ങേറുകയും ചെയ്ത് കലാസാധകരെ അത്ഭുതപ്പെടുത്തി. അരങ്ങേറ്റത്തിനായി വരുമ്പോഴായിരുന്നു തന്റെ പ്രിയ ഗുരുവിനെ ആദ്യമായി ആഗ്നേയ നേരിൽ കണ്ടത്. ദക്ഷയാഗത്തിലെ ഇന്ദ്രൻ, കിരാതത്തിലെ ശിവൻ, ലവണാസുരവധത്തിൽ ലവകുശന്മാർ, രുക്മാഗത ചരിതത്തിലെ ധർമാംഗതൻ, നളചരിതത്തിലെ സഖി എന്നീ വേഷങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം കുച്ചിപ്പുടിയും ഭരതനാട്യവും ഗുരുക്കന്മാരായ ശ്രീ വിഷ്ണുറാം, ശ്രീ ആനന്ദ് CS എന്നീ കലാപ്രതിഭകളിൽ നിന്നും സമാന്തരമായി ഓൺലൈൻ പഠനം ആരംഭിക്കുകയും ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. കേരളത്തിലും സിംഗപ്പൂരിലുമായി 150-ൽ പരം വേദികളിൽ ഇതിനോടകം നൃത്ത ഇനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവിധ മത്സര ഇനങ്ങളിൽ സമ്മാനവും നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. കരുനാഗപ്പള്ളി സ്വദേശിയായ രാമനാഥ് അയ്യരുടെയും തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിനിയായ മീനയുടെയും ഏക മകളാണ് സിംഗപ്പൂരിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്നേയ രാമനാഥ് അയ്യർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം 22-ന് വൈകുന്നേരം 7 മണിക്ക് പൂതനാമോക്ഷം കഥകളിയും 23-ന് 7 മണിക്ക് ഭരതനാട്യവും അവതരിപ്പിക്കാൻ സിംഗപ്പൂരിൽ നിന്നും തയ്യാറെടുക്കുകയാണ് ആഗ്നേയ. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.